താനൂർ തൂവൽ തീരത്ത് പിടഞ്ഞൊടുങ്ങിയ ആ 22 ജീവനുകളെ നമ്മൾ അത്ര വേഗം മറന്നിട്ടുണ്ടാകില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ രക്തം തിളയ്ക്കുകയാണ്. നെഞ്ചിൽ തട്ടിയുള്ള ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണിത്. ബോട്ടുടമ നാസറിന്റെ പഴയൊരു മീൻപിടുത്ത ബോട്ട് ടൂറിസ്റ്റ് ബോട്ടാക്കി മാറ്റാൻ ബേപ്പൂരിലെ കേരള മാരിടൈം ബോർഡ് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോൾ അത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് അപേക്ഷ ആദ്യം മടക്കിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്ന് ഈ സിസ്റ്റം 12ാം പ്രതിയാക്കി ബലിയാടാക്കിയിരിക്കുന്നത്. അന്ന് ആ അപേക്ഷ മടക്കിയപ്പോൾ മന്ത്രിയുടെ PA സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നാസർ ചോദിക്കുന്നതിന്റെ വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ ചോദ്യത്തിലുണ്ട് ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന. നിയമവിരുദ്ധമാണെന്ന് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചിട്ടും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം നിയമത്തിലെ പഴുതുപയോഗിച്ച് വെറും 10,000 രൂപ പിഴ ഈടാക്കി ആ മരണ ബോട്ടിന് പെർമിഷൻ നൽകാൻ മേലധികാരികൾ ഉത്തരവിടുകയായിരുന്നു. രണ്ടാമത് നൽകിയ അപേക്ഷയിലെ കോണ്ടാക്ട് നമ്പർ ഒരു പ്രാദേശിക CPM നേതാവിന്റേതായിരുന്നു എന്നതും ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പാർട്ടി ബന്ധവും അധികാര ദുർവിനിയോഗവും തെളിയിക്കാൻ വേണ്ടത്? പാർട്ടിയുടെയും മന്ത്രിയുടെയും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ കൃത്യമായി മറച്ചുവെച്ച് ആദ്യം തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ്. അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ ഒത്തുകളിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് കുറെ പാവങ്ങളുടെ ജീവനാണ്. ആ മരണങ്ങൾക്ക് കൂട്ടുനിന്നവർ, ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയവർ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ കൊലയാളികൾ. എത്രയൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കൽ പുറത്തുവരും. ആ ആഴങ്ങളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച ആ പിഞ്ചു കുട്ടികളുടെ കണ്ണീരിന് നിങ്ങൾ കാലത്തോട് ഉത്തരം പറഞ്ഞേ മതിയാകൂ.